അലിയ ശബരിമലയിലെ എല്ലാ സമയത്തുള്ളതാണ് ഇങ്ങനത്തെ വിവാദങ്ങൾ. ഒരു സീസൺ ആകുമ്പോൾ എല്ലാ സമയത്തും ഉണ്ട്. പക്ഷേ ഈ വിവാദമൊന്നും ക്ഷേത്രത്തിന്റെ ശോഭയോ മറ്റൊന്നും കെടുത്തില്ല, ഒന്നും ഉണ്ടാവില്ല. ഒന്നും കൂടെ ആൾക്കാർ വരുന്ന എനിക്ക് തോന്നിയത്. ശ്രീ പ്രസാദ് നമ്പൂതിരി മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല താങ്കളെ തേടി എത്തിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം തോന്നുന്നു. ഇനി ഇതിൽ പരം സന്തോഷം എനിക്ക് കിട്ടാനില്ല. അയ്യപ്പന്റെ കരുണ അല്ലേ? സത്യം. ഇവിടെ ആറേശ്വരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് പൂജ ചെയ്യുന്നത്. എന്താണ്? വർഷമായിട്ട് ഇവിടെയാണ് പൂജ ചെയ്യണേ. ഇപ്പം 4-ാമത്തെ വർഷമാവണു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. 27 വർഷമായിട്ട് പൂജാരിയാണ്. നേരത്തെയും ശ്രമിച്ചിട്ടുണ്ടോ അയ്യപ്പന്റെ? 3 തവണയായിട്ട് ശ്രമിച്ചു. കഴിഞ്ഞ 3 തവണയും ശ്രമിച്ചു. അതെ അതെ. ഈ 8ാമത്തെ റൗണ്ടിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അറിഞ്ഞത്. 9ാമത്തെ. എന്ത് തോന്നി അത്രയും കാത്തിരിക്കുമ്പോ? ഞാൻ അറിഞ്ഞില്ല അത്. ഫോൺ ഇങ്ങനെ അടിക്കണായിട്ടപ്പോ എന്തോ ഇതിനു വേണ്ടി നോക്കാനൊന്നും ഇല്ല. നല്ല ഇത് ഇപ്പൊ കണ്ടില്ലേ തിരക്ക്? ഇതിലും തിരക്കായിരുന്നു ആ സമയത്ത്. ഇത് ശനിയാഴ്ച കൂടിയാണ് അയ്യപ്പന് വിശേഷപ്പെട്ട ദിവസം. ആദ്യത്തെ ശനിയാഴ്ച വിശേഷപ്പെട്ട ദിവസമാണെന്നാണ് വിശ്വാസം. അതെ അതെ. ഈ ശബരിമലയെ കുറിച്ച് പല വിവാദങ്ങളും നിൽക്കുന്ന ഒരു സമയമാണ്. ദ്വാരപാലക ശില്പം, സ്വർണ്ണക്കൊള്ള, പുതിയ മേൽശാന്തിക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് അതിന്റെ വഴിക്ക് നടക്കും. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത, വിജിലന്റ് ആയിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവരും വിജിലന്റ് ആയിരിക്കും. അതെ അതെ അതെ. എല്ലാവരും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറെയൊക്കെ തടയപ്പെടാവുന്നതേ ഉള്ളൂ. എല്ലാവരും, ഞാനും മറ്റൊരാളും ഈ ഉള്ള എല്ലാവരും ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. അതപ്പോൾ അലിയ ശബരിമലയിലെ എല്ലാ സമയത്തുള്ളതാണ് ഇങ്ങനത്തെ വിവാദങ്ങൾ. ഒരു സീസൺ ആകുമ്പോൾ എല്ലാ സമയത്തും ഉണ്ട്. പക്ഷേ ഈ വിവാദമൊന്നും ക്ഷേത്രത്തിന്റെ ശോഭയോ മറ്റൊന്നും കെടുത്തില്ല, ഒന്നും ഉണ്ടാവില്ല. ഒന്നും കൂടെ ആൾക്കാർ വരുന്ന എനിക്ക് തോന്നിയത്. കൂടുതൽ പേര് ക്ഷേത്രത്തിലേക്ക് വരും. അതായത് ഇതിപ്പോൾ എപ്പോഴും ഇതന്നെ കാണുമ്പോൾ ഒന്ന് പോയി നോക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വരാലോ. ഇനി എപ്പോഴാണ് മലയിലേക്ക് തിരിക്കുന്നത്? എങ്ങനെയാ? ചൊവ്വാഴ്ച കെട്ടിത്തറച്ച്. കെട്ടിത്തറച്ചു. എല്ലാവിധ ആശംസകളും. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.